തിരുമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അവന്തികയും നാഗേന്ദ്രനും കൂടെ അടുത്ത പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ വിചാരിച്ച ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി മോൾക്ക് എന്തായാലും അനിയെ നഷ്ടമാവില്ല, എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ ഇനി അവിടെ ഈ കല്യാണ വിവാഹ നിശ്ചയമൊക്കെ ആകുമ്പോൾ വേണം അച്ഛനിക്ക് അവിടെ നിന്ന് വരാൻ, വന്നിട്ട് വേണം ഇനി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛനിക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്നൊക്കെ നാഗേന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവന്തികയാണെങ്കിലും വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഭയങ്കര തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്തിക നിൽക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിലും നമ്മൾ അനിയാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അനിയും കാണിക്കുന്നുണ്ട്. അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ടാണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ സങ്കടങ്ങളൊക്കെ നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അനി പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, അതല്ലെങ്കിൽ പിന്നെ നിനക്ക് എൻ്റെ ശവമായിരിക്കും കാണേണ്ടി വരുന്നതെന്നൊക്കെ നമ്മൾ അനി പറയുന്നുണ്ട്. അപ്പം നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയി താമസിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അത് നമുക്ക് രജിസ്റ്റർ മാരേജൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നന്ദു വിഷമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, നീ എൻ്റെ ജോലിയും എൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കണ്ടേ, അതൊക്കെ എനിക്ക് ഇട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നന്ദു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അനിയാണെങ്കിലും നന്ദുവിൻ്റെ ഈ വാക്ക് കേട്ടിട്ടാണെങ്കിലും നമ്മൾ അനിയാകെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ വിവാഹ നിശ്ചയത്തിൻ്റെ ആ ഒരു ദിവസം വന്നെത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ മുത്തശ്ശൻ്റെ മുമ്പിൽ തന്നെ തലയെടുപ്പോടെ നിൽക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. നാഗേന്ദ്രനാണെങ്കിൽ അനന്തപുരിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നാഗേന്ദ്രൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അനന്തപുരിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ നാഗേന്ദ്രനുണ്ടായ ഓരോ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നാഗേന്ദ്രൻ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാഗേന്ദ്രൻ അനന്തപുരിയിൽ അകത്തോട്ടൊക്കെ കയറുന്നുണ്ട് കേട്ടോ. കയറുന്ന സമയത്ത് നമ്മൾ ജലജ അവിടെ നിൽപ്പുണ്ട്. ജലജയാണെങ്കിൽ നാഗേന്ദ്രനെ കാണുമ്പോൾ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇയാളിപ്പോൾ ഈ സമയത്ത് ആരാ വിളിച്ചത്, അതും കറക്റ്റ് ഈ നിശ്ചയത്തിൻ്റെ അന്ന് തന്നെ ഇയാൾ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്നൊക്കെ ഉള്ള ആലോചന നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ജലജ നീ ആലോചിക്കുന്നത്, അല്ല നീ എൻ്റെ അടുത്ത് കാണിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് കാണിച്ച ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ ജലജ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ജലജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ ഇവിടെ ഈ കറക്റ്റ് ഈ സമയത്ത് തന്നെ ഇവിടെ എത്തിപ്പെട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജലജടുത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ ഞാൻ അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ ജലജയ്ക്ക് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. നാഗേന്ദ്രനാണെങ്കിൽ ജലജടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിയെ ബാക്കിയുള്ളവരൊക്കെ എന്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ജലജ വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഇവിടെ ഇപ്പോൾ എത്തിപ്പെട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, അന്ന് തന്നെ ഇല്ല ഇവിടുന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് പോകുന്നു നീ വിചാരിച്ചോ, നീ ഇതുവരെയ്ക്ക് നാഗേന്ദ്രനെ കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടില്ല, ഇനി നീ മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട് നാഗേന്ദ്രൻ. നമ്മൾ ജലജടുത്ത് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നാഗേന്ദ്രൻ മുത്തശ്ശനെ കണ്ടിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആദ്യം നാഗേന്ദ്രനെ കാണുമ്പോൾ ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും പിന്നെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. കാര്യം നമ്മൾ ആദർശ് അന്ന് രേഖാചിത്രം മൂലം നമ്മൾ നാഗേന്ദ്രൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ മുത്തശ്ശന് അറിയാം എന്തായാലും നാഗേന്ദ്രൻ ഇങ്ങോട്ട് വരുമെന്നുള്ളൊരു കാര്യം മുത്തശ്ശന് അറിയാം. എന്തോ ഒരു കാര്യങ്ങളായിട്ട് അയാൾ നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മളെ മുത്തശ്ശന് മനസ്സിലായതുകൊണ്ട് വലിയൊരു ഞെട്ടലോടൊന്നും ഇല്ലാതെ അങ്ങനെ മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, താനെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ, തന്നെ ഇവിടെ ആരാ വിളിച്ചതെന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോളെ നിശ്ചയമല്ലേ ഇന്ന്, അപ്പോൾ പിന്നെ ഞാനിങ്ങോട്ട് വരാതിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്നിപ്പം ആരെങ്കിലും വിളിച്ചിട്ട് വേണോ ഞാൻ വരാനുള്ളത്, എൻ്റെ മോളെ ഒരു ചടങ്ങ് നടക്കുമ്പം മറ്റുള്ള ഒരാൾ വിളിച്ചിട്ട് വേണോ ഞാനിവിടെ വരേണ്ടതെന്നൊക്കെ നമ്മൾ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോൾ തൻ്റെ അടുത്ത് ആരാ ഇവിടെ ഇന്ന് നിൻ്റെ മോളെ നിശ്ചയമാണെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ വിചാരിച്ചത്, എൻ്റെ അടുത്ത് ഇവിടെ ആരും പറയേണ്ട ആവശ്യമില്ല, ഈ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുമല്ല ഞാൻ വേണ്ട ഇന്ന് എൻ്റെ മോളെ നിശ്ചയത്തിന് ഇവിടെ മെയിനായിട്ട് ആളായിട്ട് നിൽക്കേണ്ട ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവർ രണ്ടുപേർക്കും കൈ പിടിച്ച് കൊടുക്കേണ്ടതും അവരനുഗ്രഹിക്കേണ്ടതൊക്കെ അച്ഛൻ എന്ന നിലയിൽ ഞാൻ തന്നെ ആണല്ലോ എന്നൊക്കെ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം അതിനെന്തായാലും ഞാനിവിടെ ഉണ്ടായിരിക്കണമല്ലോ എന്നൊക്കെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് തർക്കിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.